മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് കിരീടം. കിരീടം സിനിമയിലെ സേതുമാധവനും കിരീടം പാലവും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കിരീടം പാലത്തിൻ്റെ സംരക്ഷകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പേര് ശാന്തിവിള പത്മകുമാർ. നമസ്കാരം സർ. സർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കിരീടം പാലത്തിൻ്റെ സംരക്ഷകൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു സംരക്ഷണത്തിലേക്ക് ഇറങ്ങി വന്നത്? ഈ കിരീടം പാലവുമായി ഉള്ള ബന്ധം എന്താണ്? ഈ കിരീടം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1989 കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ സിനിമയുടെ പ്രധാന കഥാപാത്രമായ മോഹൻലാലും പാർവതിയുമുള്ള കണ്ണീർ പൂവിൻ്റെ കവിൾത്തലോടി എന്നുള്ള പാട്ട് തന്നെ. അതിനുശേഷമാണ് ഈ സിനിമ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചതും ഏതാണ്ട് 150ഓളം ദിവസങ്ങൾ സിനിമകൾ ഓടുകയും ചെയ്തു. കാലഘട്ടങ്ങളൊക്കെ മാറി. പിന്നെ ആ പാലത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാത്തതായിട്ട് ഒന്നും തന്നെയില്ല. കള്ളിച്ചെല്ലമ്മ സിനിമ തൊട്ട് നിരവധി സീരിയലുകൾ വരെ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാലം ജീർണാവസ്ഥയിലേക്കായി. യാതൊരു ഇതുമില്ലാത്ത, യാതൊരു പ്രവർത്തനമില്ലാത്ത രീതിയിൽ ഇതായി. ആ ഭാഗത്തു നിന്നാണ് തിരുവല്ലം ഭാഗത്തു നിന്നും ചിത്രാഞ്ജലി ഭാഗത്തു നിന്നും വെള്ളായണി ദേവീക്ഷേത്രത്തിലേക്കും ഒക്കെ പോയിട്ടുന്നൊരു വഴി കൂടിയാണ്. പിന്നീട് ഒരു സമാന്തര പാലം വന്നു. അപ്പോൾ സമാന്തര പാലം വന്നപ്പോൾ ഈ പാലം ജീർണാവസ്ഥയിലായപ്പോഴത്തേക്ക് അതിനെ സംരക്ഷിച്ചെടുക്കാൻ ആരുമില്ലാതായി. അപ്പോൾ ഇത് പലയിടത്തും പല രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ പറഞ്ഞപ്പം തന്നെ ആർക്കും അതിനകത്ത് തന്നില്ല. വരാത്തതൊന്നും കൊണ്ടല്ല, സമാന്തര പാലം വന്നല്ലോ എന്നുള്ളൊരു 100 മീറ്ററിനപ്പുറത്ത് വന്നല്ലോ എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് എന്ത് ചെയ്തു, അല്ല ഈ പാലം വേണം, കാരണം അത്രത്തുള്ളതാണ് 150 ദിവസം പിന്നിട്ട സിനിമ, അത് മാത്രമല്ല ഒരുപാട് ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. ഒരു പരാതി കൊടുത്തു, പിന്നെ ഒരേ വിഷയത്തിന്മേൽ രണ്ടാമത്തെ പരാതി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അന്ന് ജസ്റ്റിസ് JB കോശി സാർ ഉണ്ടായിരുന്നു, പിന്നെ ആൻ്റണി ഡിക്രൂസ് സാർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരു തവണ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ ഇവർ വിളിച്ചു. ഇൻ്റർവ്യൂവിനല്ല, ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വേണ്ടി വിളിച്ചു. ചോദ്യത്തിന് വിളിച്ചപ്പോൾ JB കോശി സാറായിരുന്നു അന്നത്തെ അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, പത്മകുമാറിന് എന്താണ് അപ്പുറത്തൊരു പാലം ഉണ്ടല്ലോ, ഇപ്പുറത്ത് എന്താണ് ഇതിൻ്റെ നിർബന്ധം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ കണ്ണീർ പൂവിൻ്റെ കവിൾത്തലോടി എന്നുള്ള ആ പാട്ട് തന്നെ വന്നിട്ടുള്ള സിനിമയാണ്. 150 ദിവസത്തോളം മോഹൻലാൽ, പാർവതി ഒക്കെ, ശ്രീനാഥ് ഇവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹം ആ ഇറിഗേഷൻ വകുപ്പിന് കൊടുക്കുകയും 2.5 ലക്ഷം അനുവദിച്ചുകൊണ്ട് ആ പാലം നിർമ്മിക്കുകയും ചെയ്തു. ഉടനടി തന്നെ ഏതാണ്ട് 6 മാസത്തിനകത്ത് തന്നെ പാലം നിർമ്മിച്ചു. പക്ഷേ പിന്നീട് ഈ കിരീടം പാലം വന്നതിന് ശേഷമാണ് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രശ്നമായി അവിടെ വന്നത്. പിന്നെ എല്ലാവരും ഒരുപാട് പേര് അവിടെ നിന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ ഇത് 2018 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് തന്നെ പിന്നെ ഞാൻ എല്ലാ വർഷവും ഈ ജൂലൈ 8-നാണ് ഈ സിനിമ ഇറങ്ങിയത്. പിന്നീട് ഞാൻ ആ കിരീടം പാലത്തിൻ്റെ പരിസരത്ത് തന്നെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കും. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായയോ ഇരിക്കാനുള്ള കസേര പോലും കൊടുക്കാതെ തന്നെ അന്ന് നിർമ്മാതാക്കളായ ഈ സിനിമയുടെ നിർമ്മാതാക്കളായ കിരീടം ഉണ്ണിച്ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, പിന്നെ കലിയൂർ ശശിചേട്ടൻ, അങ്ങനെയുള്ളവർ, പിന്നെ നമ്മുടെ സാഹിത്യകാരന്മാരായ അന്ന് മരിച്ചുപോയി വെള്ളായണി അർജുനൻ സാറ്, മഞ്ജു വെള്ളായണി, അങ്ങനെ നിരവധി പേർ, കരീം സാറൊക്കെ എല്ലാവരും വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിനുവേണ്ടി കൂടുതലും ശ്രദ്ധ ആകർഷിച്ചത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് പോയതെല്ലാം ഇന്നിപ്പം മനുഷ്യാവകാശ കമ്മീഷൻ്റെ PRO ആയി പ്രവർത്തിക്കുന്ന PM ബിനുകുമാറാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും വന്നെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ, മോഹൻലാൽ വരുമ്പോൾ ഒന്ന് കാണണമല്ലോ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇത് യഥാർത്ഥ സത്യം പറയുകയാണ്. ഞാനപ്പം ഇവരുമായിട്ട് എനിക്ക് വലിയ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നിർമ്മാതാക്കളായ ദിനേശ് പണിക്കരേട്ടൻ്റെ അടുത്തും കലിയൂർ ശശിചേട്ടൻ്റെ അടുത്തും കിരീടം ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ യഥാർത്ഥ കാര്യം പറയുകയാണ്, ഇന്ന് വരെ മോഹൻലാലിനെ എനിക്ക് നേരിട്ട് കാണാൻ പോലും സാധിച്ചിട്ടില്ല. ഇത് നേരിട്ട് കാണണമെന്ന് പറഞ്ഞാൽ ഇത് എൻ്റേതായ പ്രൈവറ്റ് പ്രശ്നമല്ല. അതായത് കേരളം മൊത്തം പല ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളൊന്നും ആരും നോക്കാറില്ല. അതിന് അടുത്ത കാലത്ത് കിരീടം പാലം വന്നതിന് ശേഷം ഇപ്പോഴത്തെ പൊതുമന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു, ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സംരക്ഷിക്കേണ്ടുന്നത് ആവശ്യമാണെന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കിരീടം പാലം വന്നതിന് ശേഷമായിരിക്കാം മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സിനിമാ പ്രവർത്തകരൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് തന്നെ വലിയ ദീർഘദൃഷ്ടിയോടെ തന്നെയാണ്. കാരണം അവർ ഓരോ സ്ഥലങ്ങളും പോയി നമ്മളൊക്കെ കാണാത്ത സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പൊ കിരീടം പാലം ഞാൻ ആ സിനിമയിലൂടെ കണ്ടിട്ടുള്ള വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ആ ഒരു പാട്ടിലൂടെ തന്നെ, ആ പാട്ടിൻ്റെ മേന്മയായിരിക്കാം, ഒരുപക്ഷെ അതിൻ്റെ ഇമോഷണൽ സീൻസ് ഒക്കെ ആയിരിക്കാം സേതുമാധവനെയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം തന്നെ ആ പാലമായിരിക്കും. ആ പാലത്തിൽ നിന്നുകൊണ്ടും അതുപോലെ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സീനുകളും ഒക്കെ ജനങ്ങളിലേക്ക്
അത്രയ്ക്ക് ആകർഷിക്കും. ഇത് തേടിയെത്തുന്ന ആൾക്കാരായിരുന്നു ആദ്യമുള്ളത്. പക്ഷേ ഇതിപ്പം മുഹമ്മദ് റിയാസ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ടൂറിസ്റ്റ് മേഖലയിലേക്ക് വരുമ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. നമ്മൾ കണ്ടെത്താത്ത, നമ്മുടെ കണ്ണിന് എത്തിപ്പെടാത്ത കുറേ കാര്യങ്ങൾ സിനിമാ ലോകം കാണിച്ചു തരുന്നുണ്ട്. അതിലൊരു ഇത് തന്നെയാണ്. പക്ഷേ സാറ് അതിൻ്റെ ഒരു പാലത്തിൻ്റെ സംരക്ഷണം, ഒരു സിനിമ കണ്ട് അതിൽ അഭേദ്യമായ ഒരു ബന്ധവും സ്നേഹവും കാരണം ഒരു പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ, അത്രയേറെ ആ പാലത്തിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു അതിശയമാണ് എനിക്ക് തോന്നിയത്. അല്ല, അത് വളരെ കൃത്യമായ കാര്യമാണ് രഞ്ജിത്ത് മാഡം പറഞ്ഞതുപോലെ. അതായത് ഇതിനെക്കുറിച്ച് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്തരം ഒരു സംഭവം ചെയ്തപ്പം അന്ന് മോഹൻലാലിൻ്റെ എനിക്ക് തോന്നുന്നു 64-ാം വയസ്സിൻ്റെ ആ ഡേറ്റ് വെച്ചുകൊണ്ടാണ് അന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പക്ഷേ ഞാൻ അതാണ് ചുരുക്കി പറഞ്ഞത്, ഈ 6 വർഷം കഴിഞ്ഞിട്ട് പോലും മോഹൻലാലിനെ എനിക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. ഇത് ACV രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ വാർത്തയും ചെയ്തിരുന്നു ഇതൊന്നും മോഹൻലാലിനെ കാണും. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഇത് പറയുന്നത്, ഞാനിത് വേണ്ടി ഈ ദിനേശ് പണിക്കർ ചേട്ടൻ്റെ അടുത്തും കല്ലൂർ ശശിചേട്ടൻ്റെ അടുത്തും കിരീട ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു. അന്നാണ് ശിവകുമാരൻ തമ്പിയുടെ പരിപാടി നിശാഗന്ധി നടക്കുന്നു. അന്ന് മോഹൻലാൽ വരുന്നുണ്ട്. മോഹൻലാൽ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം അദ്ദേഹം വലിയ തിരക്കാണെന്ന് പറഞ്ഞു. ഈ നമ്മളെല്ലാവരും വലിയവരൊന്നോ ചെറിയവരൊന്നോ ഒന്നുമില്ല, അവരെ എല്ലാം വലുതാക്കുകയാണ്. ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിരിക്കുന്നു, ഒരു നിമിഷം എവിടെയെങ്കിലും ഒന്ന് കാണുക, ഒരു തമ്മിലൊന്ന് കൈ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്ന് 3ഓളം പരിപാടികളുണ്ടായിരുന്നു. ഞാനത് ദിനേശ് പണിക്കർ ചേട്ടൻ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് വൈകുന്നേരം അവിടെ പരിപാടിയുണ്ട്, വൈകുന്നേരം വഴുതിക്കാട് മരിച്ച ബേബി ജോണിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഇവിടെ പരിപാടിയുണ്ട്. 3ഓളം പരിപാടികൾ. ഇതിനേക്കാളും വേറെ രസകരമായൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ ആര്യനാട് മോഹൻലാലിനെ കൊല്ലുന്ന രംഗം വരുന്നുണ്ട്. ആ രംഗത്തിൽ ഒരു ചെറുതായിട്ട് റോളിൽ അഭിനയിക്കുകയല്ലേ ചെയ്തത്. അവിടെ നിന്നുകൊണ്ട് കണ്ട ഒരാൾ ഇന്നിപ്പം സ്കൂളിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് പോലും കാണാൻ മോഹൻലാലിന് വഴി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് കേരളത്തിനകത്ത് ഒരു വളരെ മോശമായി കിടന്ന ഒരു പാലത്തെ നിർമ്മിച്ചു കൊടുത്തതിന് അത് കാണാനുള്ള മനസ്സ് പോലും ആർക്കും വരുന്നില്ല. മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു ടൂറിസം പദ്ധതിയിലോട്ട് തന്നെയല്ലേ ഇപ്പൊ പോയിരിക്കുന്നത്. എത്രയോ പേരാണ് അവിടെ വരുന്നത്, എത്ര വിസിറ്റേഴ്സ്. ഒരു വലിയൊരു ഒരു പക്ഷേ ഒരു ചെറിയ സാമ്പത്തിക നേട്ടം തന്നെ ഈ ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ എത്തിച്ചേരുന്നുണ്ട്. അത് ആ പാലം, ഈ സിനിമയോ ഈ പാലവുമായി ബന്ധപ്പെടുത്തത് തന്നെ ആ നാട് അങ്ങനെയാണ്. അത്രയ്ക്ക് പ്രകൃതി രമണീയമായ നല്ലൊരു നാടാണ് വെള്ളയാണി എന്നൊക്കെ പറയുന്നത്. അപ്പം ശരിക്കും ഒരു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ മോഹൻലാൽ എന്ന ആ കഥാപാത്രം, സേതുമാധവൻ എന്ന കഥാപാത്രം ചൂണ്ടിക്കാണിച്ചത് വലിയൊരു ടൂറിസ്റ്റ് മേഖലയാണ്. ഒരു പക്ഷേ കേരളത്തിന്റെ ഒരു ഭാഗം, ഒരു ടൂറിസം മേഖലയുടെ ഒരു ഭാഗമാകേണ്ടുന്നത് തന്നെയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ചെവിയിലോട്ട് ഇതൊന്നും എത്തുന്നില്ലായിരിക്കാം. അല്ല, അങ്ങനെ ചിന്തിക്കും. പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനൊരു കിരീടം പാലം വന്നു എന്നുള്ളത് കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സംവാദത്തിൽ പറയുമ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത്രത്തോളം അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് എൻ്റെ നിർമ്മാതാക്കളായ, പക്ഷേ ആ സമയത്ത് ഇങ്ങനെ പരിപാടി വന്ന സമയത്ത്, മോഹൻലാൽ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് കിരീട ഉണ്ണിച്ചേട്ടൻ ഇല്ലായിരുന്നു എന്നുള്ളത്. ബാക്കി ഇവർ രണ്ടുപേരും പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു ഈ നിശാഗന്ധിക്കകത്ത്. പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. ഞാൻ അതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ വലിയ സാഹിത്യന്മാർ എത്രയോ കഴിവുള്ളവരുണ്ടെന്നുള്ളൊരു കാര്യവും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് 2010 കമലഹാസൻ കിള്ളിപ്പാലത്ത് നീലപത്മനാഭൻ സാറിൻ്റെ വീട്ടിൽ വരുന്നു. അദ്ദേഹം നീലപത്മനാഭൻ സാറിന് കമലഹാസൻ എന്നുള്ള ഒരാളിനെ അറിയാൻ വലിയ ആളാണെന്നറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമോ എന്നുള്ളത് അദ്ദേഹം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അയാൾ പറഞ്ഞു ഇവിടെ വരേണ്ട വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞു. പക്ഷേ കമലഹാസനാണെങ്കിൽ എങ്ങനെയെങ്കിലും നീലപത്മനാഭൻ സാറിനെ കാണണം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തമിഴിലൊക്കെയുള്ള കവിതകൾ എഴുതുന്ന ആളാണ്. ഒരു ദിവസം ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ 10 മണിക്ക് കിള്ളിപ്പാലത്ത് ഇറങ്ങി ആ വീട്ടിൽ വന്നു. ആ നീലപത്മനാഭൻ സാറിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, തൊട്ടപ്പുറത്തെ വീട്ടുകാർ പോലും അറിഞ്ഞില്ല. രാവിലെ തൊട്ട് 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ആ വീട്ടിലിരുന്ന് കവിതകളും ചൊല്ലിയിട്ടാണ് പോയത്. അതിനേക്കാളും ഏറ്റവും ദിവസം ഉച്ചയാവാൻ കറണ്ടും പോയി. ആ അടുക്കളയിലിരുന്നാണ് കമലഹാസനും നീലപത്മനാഭൻ സാറും കൂടെ കാണുന്നത്. എന്നിട്ട് ഞാൻ അന്ന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതെല്ലാവരും പോയതിന് ശേഷമാണ് ഇങ്ങനെ കമലഹാസൻ വന്നു എന്ന് 10 പേര് അറിയുന്നത്. അപ്പോഴത്തെ കമലഹാസൻ ഇവിടെ വന്നിട്ട് പോവുകയും ചെയ്തു. ഇത് 2010 നടന്നത്. ഇതിനെ കണ്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് കലാകാരൻ എഴുത്തുകാരൻ PM ബിനുകുമാറുടെ ലേഖനം വലിയ കാര്യമായിട്ട് എഴുതി. അന്നാണ് ഇതെല്ലാവരും അറിഞ്ഞത്. അപ്പം ഞാൻ അതിനകത്തൊരു കത്ത് എഴുതിയതാണ്. അതാണ് ചെറിയ കാര്യങ്ങൾ പോലും എപ്പോഴും ശ്രദ്ധിക്കപ്പെടുമോ എന്നുള്ളതിന് കാരണം അതാണ്. ഞാനത് എഴുതി, വേണ്ടത് ഇത്തരം പത്മനാഭന്മാർ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി.
അദ്ദേഹം അറിയുന്നത് 2022 ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് ഈ നീലപത്മനാഭൻ സാറിൻ്റെ വീട്ടിൽ, അതായത് കിള്ളിപ്പാലത്ത് അട്ടക്കുളങ്ങരയ്ക്ക് പോകുന്ന വഴിക്കാണ്. അവിടെ വെള്ളം കയറി ഒരു മതിൽ മൊത്തം വെള്ളത്തിലായി. അദ്ദേഹം മുകളിലായിരുന്നു. അപ്പം ഞാനിത് ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അവിടെ പോയി പത്മനാഭൻ സാറിൻ്റെ വീട്ടിൽ. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, വെള്ളമൊക്കെ കയറിയതുകൊണ്ട് സാറിൻ്റെ വീട്ടിൽ വെള്ളം കയറിയത് കാണാൻ വേണ്ടി. പിന്നെ എന്നെ അറിയുമോ? ഞാൻ സാറൊരു എഴുത്തുകാരനൊക്കെ ഇല്ലേ? പിന്നെന്താ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ, 2010 സാറിൻ്റെ അവിടെ കമലഹാസൻ വന്നിരുന്നല്ലോ. അറിയൂ. ഞാൻ കലാമന്ദിർ വായിച്ചു. സാർ അന്ന് ഞാൻ ഒരു കത്ത് എഴുതിയിരുന്നു. സത്യത്തിൽ എത്രയോ വലിയ മനുഷ്യനെന്ന് ആലോചിച്ചു. ആ കത്ത് അയാൾ അന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അതിനെ എടുത്ത് ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുത്തിട്ട് കമലഹാസൻ്റെ ശ്രദ്ധയിൽ കൊടുത്തു. കമലഹാസൻ തിരിച്ചു വിളിച്ച് പറഞ്ഞു, ശാന്തിയുള്ള പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കൊന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തോളം ഡെവലപ്പായ കാര്യങ്ങൾ ഒരു കിരീടം പാലത്തിൽ പോലും ചെയ്തിട്ട് പോലും ആ പ്രശസ്തനായ ഒരു വ്യക്തി മോഹൻലാലിന് നമ്മളെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത് നിർമ്മാതാക്കളുടെ കുഴപ്പമാണോ മറ്റുള്ളവരുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മറ്റ് നമ്മളെ മുൻ സ്പീക്കർ വിജയകുമാർ സാറായാലും വന്നി സാറായാലും അവരുടെയൊക്കെ ലെവലിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ആദരവിന് വേണ്ടിയോ പുരസ്കാരത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സമൂഹം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും കൂടുതൽ വികസനത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ മാതിരി, അതായത് നമ്മളെ കേരളത്തിനകത്ത് പല ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. പാർവതി നിലയിൽ നടന്ന വീടുകൾ പോലും അത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് മുഹമ്മദ് റിയാസ് പറഞ്ഞ വളരെ കറക്റ്റായ കാര്യമാണ് മന്ത്രി. അതുപോലെ നമ്മുടെ ഓരോ സ്ഥലങ്ങളും ശ്രദ്ധിക്കണം. ചെയ്യുന്നവർ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നല്ല വാക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഉപകരിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനുള്ള താല്പര്യം വേണം. അതുകൊണ്ടാണ് ഞാൻ കിരീടം പാലത്തെക്കുറിച്ച് പറഞ്ഞത്. അന്ന് ജീർണിച്ച അവസ്ഥ കിടന്ന ആ കിരീടം പാലത്തെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവല്ല, സ്വന്തം നാട്ടുകാരുടെയും എല്ലാവരുടെയും പഴയകാല സാഹിത്യകാരന്മാരുടെയും എല്ലാ കഴിവും തന്നെയാണ്. ഇന്നും ഞാൻ അതിനകത്ത് ആലോചിക്കുന്നത് പ്രധാനമായിട്ട് PM ബിനുമാറിനെ പോലുള്ള. അതെ, ടൂറിസം മേഖല ഏതായാലും കിരീടം പാലം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഉദ്ഘാടനവും മറ്റുള്ള ചടങ്ങുകളും ഒക്കെ ഇനി വരാനിരിക്കും. തീർച്ചയായിട്ടും മോഹൻലാൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ചേട്ടനെ തീർച്ചയായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ എന്നാൽ അവസാനം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? അങ്ങനെ എനിക്ക് പൊതുവായിട്ടൊരു നടനെ ഇഷ്ടമില്ല. കാരണം മുമ്പൊക്കെ ഒരുപാട് സിനിമാ നടന്മാരെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിച്ചു, മോഹൻലാൽ അഭിനയിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ സിനിമ കാണുന്നു. ആ സിനിമ കാണുമ്പോൾ സിനിമ എങ്ങനെയാണോ നല്ല രീതിയിൽ അഭിനയിക്കുന്നു, സിനിമയോടാണ് ഇഷ്ടം. അല്ല വ്യക്തിപരമായിട്ട് എനിക്ക് മമ്മൂട്ടി ഏറെ ഇഷ്ടമാണ്. അത് വേറെ. മോഹൻലാലിൻ്റെ സിനിമ കാണുമ്പോൾ അത് വേറെ ഇഷ്ടമാണ്. പൃഥ്വിരാജിനെ കാണുമ്പോൾ ഇഷ്ടം തന്നെയാണ്. പക്ഷേ അത് സിനിമയിൽ കാണുന്ന അവതാരണം, അല്ല വ്യക്തികൾക്കുള്ള പ്രാധാന്യം അതിനകത്തില്ല. അപ്പൊ സിനിമയോടുള്ള ഇഷ്ടമാണ് കിരീടം പാലം സംരക്ഷിച്ചത്. തീർച്ചയായിട്ടും ഇന്നും കിരീടം സിനിമ ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പാലത്തിന് വേണ്ടി തന്നെ മുന്നിട്ട് വന്നത്. പാലം നിർമ്മിച്ചത് അതിന്റെ പിന്നിലാണ്. ഓക്കെ, നന്ദി.